എന്തിന് ജീവിക്കുന്നു എന്നറിയുന്നവന് എങ്ങനെ ജീവിക്കണമെന്നും അറിയാം. ഫ്രെഡറിക് നീഷയുടെ വാക്കുകളാണ്. പഴയ നിയമത്തിലെ എസ്തേർ ഒരു യഹൂദ യുവതിയാണ്. പേർഷ്യ സാമ്രാജ്യത്തിലെ രാജാവായ അഹേശ്വരോഷിൻ്റെ രാജ്ഞിയായി അവൾ മാറുകയാണ്. രാജാവിൻ്റെ മന്ത്രിയായ ഹാമാൻ യഹൂദരെ വധിക്കാനുള്ള ചില നിഗൂഢ പദ്ധതികൾ രൂപപ്പെടുത്തി എസ്തേറിൻ്റെ സഹായിയായ മൊർദെഖായി എസ്തേറിനോട് ഇക്കാര്യത്തിൽ രാജാവിനോട് മധ്യസ്ഥത വഹിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അനുവാദമില്ലാതെ രാജാവിൻ്റെ മുൻപിൽ ചെന്നാൽ മരണശിക്ഷയാണെന്ന് എസ്തേർ അറിയിക്കുകയാണ്. എസ്തേർ 4:14 മൊർദെഖായി എസ്തേറിനോട് ചോദിക്കുന്ന ചോദ്യം: ഈ സമയത്തിന് വേണ്ടിയല്ലേ നീ രാജ്ഞിയായത്? എന്തിന് എന്ന ചോദ്യമാണ് മൊർദെഖായി എസ്തേറിന് നേരെ ഉതിർക്കുന്നത്. അവൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തേത് എങ്ങനെ എന്നുള്ള കാര്യമാണ്. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ധൈര്യം കണ്ടെത്തി അവൾ രാജാവിനെ ഇക്കാര്യം അറിയിക്കുകയും യഹൂദരെ രക്ഷിക്കുകയും ചെയ്യുന്ന സംഭവം. എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമുള്ളവന് എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെയും ഉത്തരം അറിയാം. ഡോക്ടർ അനിൽ വളരെ പ്രസിദ്ധനായ ഹൃദ്രോഗ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു അപകടത്തിൽ മരിക്കുകയാണ്. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷയും അവസാനിപ്പിച്ചു. വളരെ ദുഃഖിതനായി വീട്ടിൽ തന്നെ ചെലവഴിച്ചിരുന്ന ഡോക്ടർ അനിൽ ഒരു ദിവസം തൻ്റെ മകൻ്റെ മുറിയിൽ നിന്ന് അവൻ്റെ ഡയറി കണ്ടെത്തി. അതിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു: എൻ്റെ അച്ഛൻ എന്നെപ്പോലെ ദുഃഖിതരെ സഹായിക്കണം. എന്തിന് എന്ന ചോദ്യത്തിന് ആ ഡോക്ടർക്ക് ഉത്തരം കിട്ടി. എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പിന്നീട് അവൻ്റെ ജീവിതത്തിലൂടെ അവൻ പൂർത്തിയാക്കി. സൗജന്യമായി ഒരു ഹൃദ്രോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുകയും ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട്. ഇനി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ വൈ? എന്തുകൊണ്ട്? യോഹന്നാന്റെ സുവിശേഷം 3:16 അതിൻ്റെ ഉത്തരവാണ്: തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി. ഇനി എങ്ങനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖത്തിൻ്റെ പ്രസരിപ്പായിരുന്നു. ലൂക്കാസ് സുവിശേഷം 22:42 എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ദൈവഹിതം നിറവേറ്റാനായി ജീവിതത്തിൻ്റെ അവസാനം വരെയും അവൻ ശ്രമിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യരക്ഷ എന്ന ലക്ഷ്യം മനസ്സിലായതിനാൽ അവൻ ക്ഷമിച്ചു, സ്നേഹിച്ചു, കുരിശിലേറി ഉദ്ധാനത്തിലൂടെ പ്രതീക്ഷ നൽകി. എന്തിന് ജീവിക്കുന്നു എന്നറിയുന്നവന് എങ്ങനെ ജീവിക്കണമെന്നും അറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ 2 ചോദ്യങ്ങളെ മുന്നോട്ട് വയ്ക്കാം. എന്തിനാണ്, എങ്ങനെയാണ്? ദൈവം അനുഗ്രഹിക്കട്ടെ.